നമസ്കാരം. ഡാറ്റ മൈൻ 360യിലേക്ക് വീണ്ടും സ്വാഗതം. ബ്രസീൽ ഗ്രൂപ്പ് മത്സരത്തിൽ തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ ഇറങ്ങാൻ പോകുന്നു. ഹെയ്ത്തിയാണ് എതിരാളി. എന്താണ് ബ്രസീലിന്റെ സാധ്യതകൾ? നമുക്ക് പരിശോധിക്കാം. ആദ്യ ഗ്രൂപ്പ് മത്സരത്തിലേതുപോലെ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിനും ബ്രസീലിന് ചില പ്രത്യേകതകളുണ്ട്. ആദ്യ ഗ്രൂപ്പ് മത്സരത്തിൽ ലോക റാങ്കിങ്ങിൽ തൊട്ടു പിന്നിലുള്ള സ്ഥാനക്കാരോടാണ് ബ്രസീൽ ഏറ്റുമുട്ടിയത്. തുല്യശക്തികളുടെ പോരാട്ടമായി ആ മത്സരം പിന്നീട് വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്തു. ഈ മത്സരത്തിനും അങ്ങനെ ചില പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ റാങ്കിംഗ് വ്യത്യാസമുള്ള രാജ്യവുമായാണ് ബ്രസീൽ മത്സരിക്കുന്നത്. ഹെയ്ത്തിയും ബ്രസീലുമായുള്ള റാങ്കിംഗ് വ്യത്യാസം 80 ആണ്. ആദ്യ മത്സരത്തിലേതുപോലെ നെയ്മർ ബ്രസീലിന്റെ രണ്ടാം മത്സരത്തിലുമില്ല. പരിശീലനത്തിനിറങ്ങിയെങ്കിലും നെയ്മറിന്റെ പരിക്ക് പൂർണ്ണമായും ഭേദമായിട്ടില്ല. അതേസമയം സൂപ്പർ താരം വിനീഷ്യസ് ആകും ബ്രസീലിന്റെ ആക്രമണത്തിന്റെ കുന്തമുന. വിനീഷ്യസിലാണ് ബ്രസീൽ ആരാധകരുടെ മുഴുവൻ പ്രതീക്ഷയുമുള്ളത്. ആദ്യ മത്സരത്തിൽ അസാധ്യമായ ആംഗിളിൽ നിന്നുള്ള വിനീഷ്യസിന്റെ ഗോളാണ് ബ്രസീലിന്റെ മാനം കാത്തത്. പെരുമകൊണ്ട് മാത്രം കളിക്കളത്തിൽ വിജയിക്കാൻ കഴിയുകയില്ല എന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു ബ്രസീലിന് ആദ്യ മത്സരം. മൊറോക്കോയ്ക്കെതിരെ കൂടുതൽ ഷോട്ടുകൾ നേരിടേണ്ടി വന്നു എന്നത് ആഞ്ചലോട്ടിയെ കുഴക്കുന്ന പ്രശ്നമാണ്. തുടർച്ചയായ 22 മത്സരങ്ങളിലെ ഷോട്ട് മുൻതൂക്കമാണ് മൊറോക്കോയ്ക്കെതിരായ മത്സരത്തോടെ ബ്രസീലിന് നഷ്ടമായത്. ഇപ്പോഴും പെരുമയും ചരിത്രവുമെല്ലാം ബ്രസീലിന് ഒപ്പമാണ്. 1978 അർജന്റീനയിൽ നടന്ന ലോകകപ്പിൽ ആദ്യ 2 മത്സരങ്ങളിൽ ബ്രസീലിന് സമനിലയായിരുന്നു ഫലം. എന്നാൽ അതിനുശേഷം ആദ്യ 2 മത്സരങ്ങളിൽ ഒന്നിൽ ബ്രസീൽ വിജയിച്ചതാണ് ചരിത്രം. ആ ചരിത്രം ഇവിടെയും ആവർത്തിക്കുമെന്നാണ് ബ്രസീലിന്റെ പ്രതീക്ഷ. ആദ്യ മത്സരത്തിൽ മധ്യനിരയുടെ പരാജയമാണ് ബ്രസീലിനെ ആകെ കുഴക്കിയത്. മധ്യനിര പരാജയപ്പെട്ടപ്പോഴും എൻട്രിക്കിനെ പോലുള്ള താരങ്ങൾക്ക് അവസരം നൽകാത്ത കോച്ചിന്റെ നിലപാടും ഏറെ വിമർശിക്കപ്പെട്ടു. കാര്യമായ മാറ്റങ്ങളുമായാകും കോച്ച് ആഞ്ചലോട്ടി ഇത്തവണ ടീമിനെ കളത്തിലിറക്കുക. ലൂയിസ് ഹെൻട്രിക്കിനെ മുഖ്യ സ്ട്രൈക്കറായി കൊണ്ടുവന്നേക്കാം. മത്തേയൂസ് ക്യൂനെയും ആദ്യ 11-ൽ ഇടം പിടിക്കുമെന്നാണ് സൂചന. 54 വർഷത്തിനു ശേഷം ലോകകപ്പ് കളിക്കുവാൻ അവസരം കിട്ടിയ ടീമാണ് ഹെയ്ത്തി. ആദ്യ മത്സരത്തിൽ സ്കോട്ട്ലൻഡിനോട് പരാജയപ്പെട്ടുവെങ്കിലും ഹെയ്ത്തി മികച്ച ചില മുന്നേറ്റങ്ങൾ നടത്തുകയുണ്ടായി. ഗ്രൂപ്പ് സിയിൽ ആദ്യ റൗണ്ടിൽ എതിരാളികൾക്ക് നേരെ ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ ഉതിർത്ത ടീം ഹെയ്ത്തിയാണ്. എതിർഗോൾ മുഖത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പന്ത് തട്ടിയതിൽ ബ്രസീലിനൊപ്പമാണ് ഹെയ്ത്തി. ആദ്യ മത്സരത്തിൽ പാസിന്റെ കാര്യത്തിൽ എല്ലാ പാസുകളും കൃത്യതയോടെ കൈമാറിയ ഡെൽക്രോക്സ് ആണ് ഹെയ്ത്തിയുടെ ശ്രദ്ധാകേന്ദ്രം. 66 പാസുകളാണ് 100% കൃത്യതയിൽ ഈ കളിക്കാരൻ കളിച്ചത്. ഹെയ്ത്തിയുമായി ഇതിനു മുമ്പ് 3 തവണയാണ് ബ്രസീൽ കളിച്ചിട്ടുള്ളത്. 17 ഗോളുകൾ ബ്രസീൽ അടിച്ചുകൂട്ടി. 1 മാത്രമേ വഴങ്ങിയുള്ളൂ. 2016 കോപ്പ അമേരിക്കയിൽ വെച്ച് തന്നെയായിരുന്നു അവസാനമായി ബ്രസീൽ ഹെയ്ത്തിയുമായി ഏറ്റുമുട്ടിയത്. അന്ന് 7-1 ബ്രസീലിന് ത്രസിപ്പിക്കുന്ന വിജയം. വിമർശകരുടെ വായടപ്പിക്കുവാൻ ആഞ്ചലോട്ടിക്കും കൂട്ടർക്കും ഒരു ജയം അനിവാര്യമാണ്. അതിൽ കുറഞ്ഞതൊന്നും ആ ടീമിന് ലക്ഷ്യമില്ല. സാമ്പാത്താളത്തിൽ നൃത്തച്ചുവടുകൾ ഉയരും. ആ വേഗതയിൽ പന്തുമായി ബ്രസീലിയൻ താരങ്ങൾ ഗോൾമുഖത്തേക്ക് ഇരച്ചു കയറും, ഗോളുകൾ നേടും. ബ്രസീൽ ജയിച്ചു വരട്ടെ. ആരാധകരുടെ സ്വപ്നം അതാണ്. മറ്റു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.